ഗൈസ്, അപ്പൊ ദമാമിനോട് വിട പറയട്ടാ. ദമാമിൽ 2 ദിവസം ഉണ്ടായില്ല നമ്മള്. 2 ദിവസം ഉണ്ടായിരുന്നു. അടിപൊളി ട്രിപ്പ് ആയിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ? ഇതൊക്കെ ഉറങ്ങിയിട്ട് കുറെ എൻജോയ് ചെയ്തില്ല. ഇയാളെന്ന് കാണിച്ചെടുത്തേ ഭയങ്കര പടിയാ. 100 എത്ര പക്ഷെ പിന്നെ അപ്പൊ എന്റെ ടീഷർട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല കളറല്ലേ? നമ്മുടെ സാജിദ് ഗിഫ്റ്റ് ആണ് എന്റെ ബർത്ത്ഡേ ആയിട്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എടുക്കാൻ പോണേ അൽഹസയില് 110 കിലോ 170 കിലോമീറ്റർ അല്ലേ? 170 കിലോമീറ്റർ വേണം ദമാം ടു അഫൂഫിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അഫൂഫ് പിന്നെ റിയാദിലേക്ക് പോകും. അപ്പൊ റിയാദ് വഴി തന്നെ കേട്ടോ അഫൂഫിന്റെ ഉള്ളിലേക്ക് ഒരു 50-60 കിലോമീറ്റർ പോകണം. അപ്പൊ അവിടെ നമ്മുടെ സൂര്യകാന്തി പിന്നെ കൃഷിത്തോട്ടങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ കേട്ടത്. അത് കാണാൻ പറ്റുന്നുള്ളത് അറിയില്ല. ഇപ്പൊ സമയം ഏകദേശം ആയിക്കുന്നു. പോണ്ട ടൈം തന്നെയാണ്. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് കാണാം അല്ലേ ചിഞ്ചു? ഓക്കെ അല്ലേ ഉണ്ണിമോൾ? അടിച്ചു പൊളിക്കോ ഉണ്ണിയോടെ? അത് പറ. ഇവിടെ കാണില്ലല്ലോ. ഇങ്ങോട്ട് വാ. അടിച്ചു പൊളിക്കുന്ന പൊളിക്കൂലേ? പറ. അപ്പൊ അവിടെ എത്തിട്ട് കാണട്ടോ ബാക്കി. അഫൂഫ് ടൗണ് ഭയങ്കര സംഭവം അല്ലേ? ദമാമിനേക്കാളും സൂപ്പർ അല്ലേ സാജിദ്? ഭയങ്കര ഫീൽ ആയിട്ടാ തോന്നിയല്ലേ? ദമാമില് ആരില്ല എന്നാ, മനുഷ്യന്മാരില്ല. അവിടത്തേക്കാളും തിരക്കൊക്കെ സത്യം ഭയങ്കര സൈലന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഭയങ്കര റഷ് കാര്യങ്ങള്. നല്ല ടൗൺ ആട്ടാ, അടിപൊളി. ഞങ്ങള് ഫസ്റ്റ് ടൈം ആണ് അഫൂഫിൽ വരുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ സാജിദ്? അതെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഓക്കെ, എല്ലാരും ആദ്യമായിട്ടാ വരുന്നത്. നല്ല നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി ബിസിനസ് കാര്യങ്ങളൊക്കെ ഇനി തുടങ്ങണമെങ്കിൽ ഇവിടെ തുടങ്ങിക്കും. അടിപൊളിയായിരിക്കും, നല്ല കച്ചവടം ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിഞ്ഞു. ഇതാ നമ്മള് ഫ്ലവറിന്റെ എന്താ പറയാ സൺഫ്ലവറിന്റെ ലൊക്കേഷൻ ഇട്ടാൻ പോണേ. അവിടെ സൺഫ്ലവർ ഉണ്ടോ നമുക്ക് ഉറപ്പില്ലട്ടാ. എന്നാലും ആ സ്ഥലങ്ങള് കണ്ടിട്ട് വരുന്നുണ്ട്, ഉറപ്പാണ്. വിത്തെങ്കിലും അവിടെ അതിനു വേണ്ടി പാകിയ വിത്തെങ്കിലും ഞങ്ങൾ കാണുന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോ വിത്ത് കണ്ടില്ലെങ്കിൽ ആ പാകുന്ന ഭൂമിയെങ്കിലും ഞങ്ങൾ കാണും അല്ലെ? അങ്ങനല്ലേ? പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ സാധ്യത. സ്ഥലം ഇതാ അങ്ങനെ പോകട്ടെ. ഇനി പോണതിനനുസരിച്ച് അഗ്രികൾച്ചർ ഏരിയ വരാൻ പോണ പച്ചപ്പാണ് വരാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ തുടങ്ങിയാണ്. മരുഭൂമിയിൽ പച്ചക്കളർ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈന്തപ്പന തോട്ടങ്ങളൊക്കെ റോട്ടിലും അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അഫൂഫ്. സൗദി അറേബ്യയിൽ മൊത്തത്തിൽ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടാ. ടൗണുകളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ ഫുൾ മരുഭൂമിയാണെങ്കിലും ചില ഭാഗങ്ങളിലൊക്കെ പല ഏരിയകളും പച്ചപ്പ് കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ കൂടുതലും പച്ചപ്പിലേക്ക് വരെയാണ് സൗദി അറേബ്യ. റിയാദൊക്കെ ഫുൾ ഗ്രീനറി ആക്കാൻ പോവാണ് ഇവിടുത്തെ ഗവൺമെന്റ്. മാഷാ അല്ലാഹ് എന്നും ബർക്കത്ത് നിലനിർത്തി കൊടുക്കട്ടെ അല്ലേ നമ്മുടെ സൗദി അറേബ്യ. ഓക്കെ, നമ്മളെ പോലത്തെ പ്രവാസികൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രവാസികൾ പല രാജ്യക്കാരും ഇവിടെ ജീവിക്കുന്നുണ്ട്. അതും ഒരു പ്രശ്നങ്ങളും ഒരു പ്രയാസങ്ങളും ഇല്ലാതെ. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും നമ്മുടെ നാട്ടിലുള്ള നേതാക്കളൊക്കെ കണ്ടുപഠിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലേ? പിന്നെ ഒരുപാട് ഒരു മനുഷ്യൻ എന്നുള്ള സംഭവത്തിന് ഇത്രമാത്രം വാല്യൂ കൽപ്പിക്കുന്നുള്ളത് അറേബ്യൻ നാടുകളിൽ നിന്ന് കണ്ടുപിടിക്കണം, ലോകം മൊത്തം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. ഫൈനലി ഗൈസ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു അല്ലേ? മാമെന്താ പറഞ്ഞേ? തക്കാളിയൊക്കെ ഫ്രീ ആണ് ഇവിടെ. അപ്പൊ ഇവിടെ വന്ന വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കൊട്ട നിറച്ച് നമുക്ക് തക്കാളി കൊണ്ടാന്നാണ് ഇവര് പറഞ്ഞത്. ഈ ഓണർ നമ്മുടെ അടുത്ത് പറഞ്ഞുള്ളതാണ്. നമ്മൾ വന്ന സൂര്യകാന്തി തോട്ടം കാണാനാണ്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. സൂര്യകാന്തി ഇങ്ങനെ
ഒരു സൂര്യനെ പോലെ അങ്ങനെ വിരിഞ്ഞിട്ട് ഒരുപാട് ചെടികൾ ഇങ്ങനെ നിൽക്കുകയാണ്, വിരിഞ്ഞ് മഞ്ഞ കളറിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ആനന്ദം കൊള്ളിക്കാൻ വേണ്ടി. അതിനോടൊപ്പം തന്നെ നമുക്ക് ടൊമാറ്റോ, പിന്നെ കാപ്സിക്കം, ചെറിയ പച്ചമുളക്, പിന്നെ ചോളം, അങ്ങനെ ഒരുപാട് കൃഷികൾ ഇവിടെ ഒരു നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഹതിയായിട്ട് ഒരു തരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഉണ്ടമുളക് കാഴ്ചകളുണ്ടല്ലേ ഞങ്ങൾ. ഇതാണ് ഇതിന്റെ വിത്ത്. ഇതാ നമ്മൾ ബക്കാലിൽ നിന്നൊക്കെ പാക്കറ്റിൽ വാങ്ങി കഴിക്കുന്ന കാണാം, യാത്രകളിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ് ആക്കിയിട്ട് ഈ സാധനമാണത്.